ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൂസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കബാബാണ്. വളരെ എളുപ്പത്തിൽ തവയിൽ നമുക്ക് ഈ ചിക്കൻ കബാബ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ സവാളയും 6 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരയാൻ പാടില്ല. അരച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയുക. വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ചിക്കൻ പീസുകൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും 1 ടീസ്പൂൺ നല്ല ജീരകവും 3 പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നന്നായി അരച്ചതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 പിടി മല്ലിയിലയും 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സ്റ്റിക്കിൽ പിടിപ്പിക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈയൊന്ന് നനച്ചിട്ടുണ്ട്. ഇനി ചൂടായ ഒരു തവയിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതോരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. എല്ലാ വശവും ഒരുപോലെ വേവാനായിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ എല്ലാ വശവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് സവാള കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിനി ഒരു ചെറിയ പാത്രത്തിലേക്ക് കത്തിച്ച ചാർക്കോൾ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു അടപ്പ് കൊണ്ട് ഉടൻ തന്നെ മൂടി വെക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. വളരെ ടേസ്റ്റിയായ ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.